ഹലോ, ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്ക് ആയാലോ? നോക്കാം. ആദ്യം തന്നെ ഞാൻ ഇവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഏത്തപ്പഴം ഇതേപോലെ നടുവേ മുറിച്ച് കനം കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ദാണ്ടെ ഞാൻ ബനാനാസ് എല്ലാം ഇതേപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൂട്ട് തയ്യാറാക്കാനുണ്ട്. ഒരു ബൗളെടുത്തു, അതിലേക്ക് 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോഴിമുട്ട എടുത്തു, അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് മൈദപ്പൊടിയാണേ. അങ്ങനെ കുറച്ച് മൈദപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം വേണം. അപ്പോൾ അതിന് ഞാൻ ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തു. മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദാണ്ടെ പാലും ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ എല്ലാം ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എന്താ കട്ടയൊന്നും കെട്ടാതെ നല്ലപോലെ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പാൻ നേരെ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. അതിലേക്ക് നെയ്യാണ് ഞാൻ ഉപയോഗിച്ചത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. നെയ്യ് ഒഴിച്ച് നെയ്യ് ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ പീസാക്കി വെച്ചിരുന്ന നമ്മുടെ ഏത്തയ്ക്ക ഓരോന്നും നമുക്ക് ഈ പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ബനാന ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് കൂടുതൽ ഫ്രൈ ആക്കാണ്ട് ഒന്ന് ആ കളറൊന്ന് മാറി വരണം. അപ്പോൾ ഇതാണ്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മുറിഞ്ഞു പോകാതെ എടുക്കാൻ നോക്കിയാൽ നല്ലതായിരിക്കും. എൻ്റെത് എങ്ങനെയൊക്കെ മുറിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ ബനാനാസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഒരു പ്ലേറ്റിലോട്ട് അതിനെ മാറ്റി കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ ഒരു മിസ്സിങ് പറ്റിയിട്ടുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. നമ്മൾ ആദ്യമേ തയ്യാറാക്കി വെച്ച് നമ്മുടെ കൂട്ടുണ്ടല്ലോ, മുട്ട മിക്സ് ഉണ്ടല്ലോ, അത് ഈ പാനിലോട്ട് ഒഴിച്ച ശേഷം സെയിം പാനിൽ തന്നെ അതിലോട്ട് ഒഴിച്ച ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ബനാനസ് എല്ലാം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. മുറിഞ്ഞു പോയതൊക്കെ ഞാൻ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ മതി, കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നിങ്ങളുടെ നട്ട്സ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് കടിക്കാൻ കിട്ടും. ഇനി നമുക്ക് 5 മിനിറ്റ് ഒന്ന് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് മതിയാവും. അപ്പോൾ ഓക്കെ, ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്നിന് തുറന്ന് നോക്കാം. അപ്പോൾ ഓക്കെ, അവന് ഞാൻ ഒന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. കുക്കായോ ഇല്ലെന്ന് അറിയാൻ വയ്യ. അപ്പോൾ നോക്കിയപ്പോൾ കുക്കാകാനുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് വീണ്ടും മറു സൈഡ് നമ്മൾ തിരിച്ച് പാനിലോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അപ്പോഴത്തേക്കും സെറ്റായിക്കോളും. ഇപ്പം ദാണ്ടേ നമ്മുടെ സെറ്റിംഗ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണേ. റോൾ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, ഇതേപോലെ കട്ടാക്കണമെന്നില്ല. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പം ഞാൻ ദാണ്ടേ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് നേരെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. മക്കൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, ബൈ.